എല്ലാവരും റെഡിയായോ? അന്ന് ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. ചേട്ടാ, ശങ്കരൻ ചേട്ടൻ വന്നേക്കുന്നു. ഏത് ശങ്കരൻ ചേട്ടൻ? അത് ഞങ്ങളുടെ ആരിനാണുള്ള ശങ്കരപ്പൂപ്പൻ. ഓ, ശങ്കരൻ അപ്പൂപ്പൻ. പുള്ളി എന്താ വന്നിട്ട് കിടന്നുറങ്ങണ്? വിളിക്ക്, നമുക്കൊരു ഓണക്കോടി മേടിച്ചു കൊടുക്കാം. അത് ശങ്കരൻ എവിടുന്നോ ഇച്ചിരി കഴിച്ചിട്ട് വന്ന് കിടക്കുക. കഴിച്ചു എന്ന് ഉദ്ദേശിക്കുന്നത്? മദ്യപിച്ചിട്ട്. കഷ്ടം 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 കഷ്ടം. ഇത്രയും പൂസാവുന്നവരെ കുടിക്കാനൊന്നും കാശ് അവന്റെ ഇല്ലെന്നേ. ഇതാരോ മേടിച്ചു കൊടുത്തതാ. ഏയ്, അങ്ങനെ ആരും മേടിച്ചു കൊടുക്കാനൊന്നും വഴിയില്ല. പുള്ളി ഒറ്റ കുടിച്ചേക്കണായിരിക്കുള്ളൂ. അതെങ്ങനെ നിങ്ങൾക്കറിയാ? ഒരു ഫുള്ളൊക്കെ ആര് മേടിച്ചു കൊടുക്കാനാണ് സീരെ? ഒരു ഫുള്ളോ? അങ്ങനെ ഒരു ഫുള്ളെന്ന് ഇത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞേ? അല്ല, ഒരു ഫുള്ളൊക്കെ അടിക്കാണ്ട് പുള്ളി ഇങ്ങനെ വീഴുവോ? അല്ലടാ കേശു? കറക്റ്റാ. ഇതാരോ വാങ്ങിച്ചു കൊടുത്താന്നേ. ആര് വാങ്ങിച്ചു കൊടുത്താലും അവന്റെ കാരണം അടിച്ചു പോയിക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ അടിച്ച് ഓഫായത് അങ്ങേരുടെ കുറ്റം. അതിന് മേടിച്ചു കൊടുത്തവൻ എന്ത് പിഴച്ചു? അയാള് പാവമായിരിക്കും. പോണം മക്കളെ, പക്ഷെ ഇതിനെ ഇട്ടിട്ട് എങ്ങനെ പോവും? അത് കുഴപ്പമില്ലെന്നേ. പുള്ളി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റോളും. വേണ്ട, ഇനി അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റില്ലെങ്കില്ല നമുക്ക് പോണ്ട. പുള്ളി എഴുന്നേക്കാതെ ഒരു തീരുമാനമാവാതെ നമ്മള് ശരിയല്ല. എന്നാ പിന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോവാം. ശങ്കരൻ ചേട്ടാ, വിളിക്കണ്ട സീതേ, ഓഫാണ്. അമ്മാതിരി അടിയല്ലേ പുള്ളി അടിച്ചേക്കണത്. കിടപ്പ് കണ്ടിട്ട് പറഞ്ഞതാണ്. ഓണക്കോടി എടുക്കണം. ഒരു തീരുമാനം പറയാമമ്മ. ഞാൻ എന്ത് തീരുമാനം പറയാനാ എന്റെ കൊച്ചേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെല്ലാവരും ഓണക്കോടി എടുക്കാൻ പോകും. ഞാനിവിടെ ശങ്കരേട്ടന് കാവലിരിക്കും. അത് നല്ലൊരു തീരുമാനമായിരിക്കും. കുഴിപ്പുറത്തച്ഛൻ തന്നെയാണ് ഇരിക്കേണ്ടത്. അതിപ്പം ഇവര് സെയിം പ്രായമാണല്ലോ. അല്ലല്ലല്ല, അച്ഛൻ അത്ര പ്രായമൊന്നുമില്ല അല്ലേ? ഇല്ല, എന്നാലും ഞാനിരിക്കാണോ? അതല്ലേ അതിന്റെ ഒരു ശരി. അല്ല, അതെങ്ങനെ ശരിയാവും? അപ്പൊ അച്ഛനും ഓണക്കോടി എടുക്കണ്ടേ? എന്റെ ഇഷ്ടങ്ങളൊക്കെ സീതക്ക് അറിയാം. സീത എടുത്തോളൂ. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ വരണം. അത് തന്നെ. പോവാന്നെങ്കിൽ ഇവിടുന്ന് എല്ലാവരും കൂടെ പോന്നു. ഇല്ലെങ്കിൽ ആരും ഓണക്കോടി എടുക്കാൻ പോകുന്നില്ല. അത് ഈ മദ്യം കുടിച്ച ആൾക്കാരുടെ ഫിറ്റ് പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാവും? അല്ല സീത, അത് എക്സ്പെർട്ടുകളോട് ചോദിക്കണം. നമ്മളൊക്കെ വല്ലപ്പോഴും അടിക്കുന്ന ആൾക്കാരല്ലേ, നമുക്കത് അറിയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ശരിക്കുള്ള മദ്യപാനികൾ നേരിടുന്ന ഒരു ചോദ്യമാണ് നീ ചോദിച്ചത്. പക്ഷെ എനിക്കറിയില്ല. ഐ ആം ഹെൽപ്ലെസ്. അതെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചെയ്തോളാം. ഓ, താഴെ പിടിച്ചിരുത്തല. ഇരുത്തല അങ്ങോട്ട്. അളിയോ, പയ്യെ. കിടത്താനല്ല ഇരുത്താനാ പറഞ്ഞ. അളിയ പാക്കിന്ന് മറിക്കും. ജനാർദ്ദന, ഒരു പുള്ളൂടെ പറയടാ. ഞാൻ എന്തിനാ പറയണത്? നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? നമ്മൾ ഒരുമിച്ചാണ് വെള്ളം അടിച്ചത്. എന്നെ കണ്ടതാ എന്റെ ഭാഗ്യം. നീ എന്റെ ദൈവമേടാ, ദൈവം. താനെന്റെ കാലം. അപ്പൊ നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചല്ലേ വെള്ളം അടിച്ചത്? അങ്ങനെയല്ല സീത, അത്
മോളെ അച്ഛൻ ശങ്കരചാണ്ടിന് കൂട്ടിരിക്കാന്നല്ലേ നേരത്തെ പറഞ്ഞത്? കൂട്ടിരുന്നോട്ടെ. വാ നമുക്ക് ഓണക്കോടി വാങ്ങിക്കാൻ പോവാം. വാ വാടാ. വാ അമ്മ വാ. എടാ ജനാർദ്ദന, പുള്ളു പറയടാ. ഇത് എന്റെ വായൊന്നുമല്ല കേൾപ്പിക്കരുത്. ഇന്നാളടാ എനിക്ക് ഓണം. ഹാപ്പി ഓണം.